സ്നേഹിക്കുന്നവരുടെ ദിനം, പ്രണയദിനം എന്നീ പല പേരിലും ഈ ദിനം അറിയപ്പെടുന്നു. പ്രണയിതാക്കൾ ഈ ദിവസം തങ്ങൾ സ്നേഹിക്കുന്നവരെ ഇഷ്ടമറിയിക്കാനും സമ്മാനങ്ങൾ നൽകാനുള്ളതുമാക്കി മാറ്റുന്നു. ഈ ലോകത്തിലുള്ള ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിൽ എപ്പോഴും സങ്കടകരമോ സന്തോഷകരമോ ആയ ഒരു കഥയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. 3-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ക്ലോഡിയസ് രണ്ടാമൻ. ക്രൂരനായ ഒരു ഏകാധിപതിയായിരുന്നു ക്ലോഡിയസ്. അതുകൊണ്ട് തന്നെ ക്ലോഡിയസ് ദ ക്രൂവൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കൊടിയ മർദ്ദനമുറകൾ ക്ലോഡിയസിന് ഒരു ഹരമായിരുന്നു. യുദ്ധമായിരുന്നു മറ്റൊരു വിനോദം. ഒരു യുദ്ധത്തിൽ നിന്ന് മറ്റൊരു യുദ്ധത്തിലേക്ക് ക്ലോഡിയസ് എപ്പോഴും കാലെടുത്തു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്ക് ഒരു നിമിഷ നേരം പോലും വിശ്രമിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. തുടർച്ചയായിട്ടുള്ള യുദ്ധത്തെ വെറുക്കാൻ പട്ടാളക്കാരെ ഇടയാക്കി. സ്വന്തം കുടുംബത്തിൽ നിന്ന് അധികകാലം പിരിഞ്ഞിരിക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായി തീർന്നു. അതുകൊണ്ട് തന്നെ റോമൻ സൈന്യത്തിലേക്ക് ആളുകളെ ചേർക്കുന്ന സമയം വന്നപ്പോൾ ആരും തന്നെ പട്ടാളത്തിൽ ചേരാൻ തയ്യാറായില്ല. ക്ലോഡിയസിന്റെ യുദ്ധക്കൊതി തങ്ങളെ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും വളരെ കാലത്തിലേക്ക് അകറ്റുമെന്ന് ആളുകൾ ഭയന്നു. ഇത് മനസ്സിലാക്കിയ ക്ലോഡിയസ് വളരെ വിചിത്രമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ക്ലോഡിയസ് റോമ സാമ്രാജ്യത്തിൽ വിവാഹവും വിവാഹ നിശ്ചയവും വരെ നിരോധിച്ചു. വിവാഹമില്ലാത്ത, വിവാഹത്തിന്റെ ഒരു ചെറിയ ചടങ്ങുകൾ പോലുമില്ലാത്ത ഒരു രാജ്യം. ഈ കാലഘട്ടത്തിലാണ് വാലന്റൈൻ എന്നു പേരുള്ള ഒരു പുരോഹിതൻ റോമ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്നത്. ക്രിസ്ത്യാനികൾ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായിട്ട് പോലും തന്നിലേൽപ്പിച്ച എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നിർഭയം അദ്ദേഹം നിർവഹിച്ചു പോന്നു. ക്ലോഡിയസിന്റെ ഈ ഒരു ഉത്തരവ് വാലന്റൈന് വളരെയധികം നീരസമുളവാക്കി. അദ്ദേഹം സ്നേഹിക്കുന്നവരെയെല്ലാം ഒരുമിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും അദ്ദേഹം രഹസ്യമായി വിവാഹം കഴിപ്പിച്ചു പോന്നു. എല്ലാ ചടങ്ങുകളോടും കൂടി ആരും അറിയാതെയായിരുന്നു വിവാഹം. വാലന്റൈനും വിവാഹം കഴിക്കുന്നവരുമല്ലാതെ വേറെ ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു കാര്യവും അധികനാൾ ഒളിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ക്ലോഡിയസ് ചക്രവർത്തി ഇതറിയാനിടയായി. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ ഒരു ഹരമുണ്ടായിരുന്നു ചക്രവർത്തിക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഇരയായി ഒരു പുരോഹിതനെ തന്നെ വീണു കിട്ടിയതിൽ ക്ലോഡിയസ് സന്തോഷിച്ചു. മാത്രവുമല്ല, തന്റെ ഈ ഉത്തരവ് ലംഘിക്കാൻ കാരണമായതും ഈ പുരോഹിതൻ തന്നെയാണല്ലോ. പക്ഷേ ക്ലോഡിയസിന്റെ ഉത്തരവിനെയോ ശാസനകളെയോ ഭയക്കാൻ വാലന്റൈൻ തയ്യാറായിരുന്നില്ല. കാരണം വിവാഹം എന്ന ചട്ടക്കൂട് വഴി മാത്രമേ കുടുംബമെന്ന സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ എന്നും നല്ല പൗരന്മാർ രാജ്യത്തിനുണ്ടാവുകയുള്ളൂ എന്നും വാലന്റൈൻ വിശ്വസിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ തുറങ്കിലടയ്ക്കാൻ ക്ലോഡിയസ് ആവശ്യപ്പെട്ടപ്പോൾ വാലന്റൈൻ തെല്ലും ഭയന്നില്ല. വളരെ കൊടിയ ശിക്ഷയായിരുന്നു വാലന്റൈന് വിധിച്ചത്. ആ ശിക്ഷ എല്ലാവർക്കും ഒരു പാഠമായി തീരണമെന്ന് ക്ലോഡിയസ് കരുതിയിരുന്നു. ആദ്യം ചാട്ടവാറടി, പിന്നെ കല്ലേറ്, അതിനുശേഷം വധശിക്ഷ. വാലന്റൈനെ പാർപ്പിച്ചിരുന്ന ജയിലിന്റെ അധികാരി ആസ്റ്റീരിയസ് എന്നു പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. ആസ്റ്റീരിയസിന്റെ മകൾ ജൂലിയ ജന്മനാ തന്നെ അന്ധയും. തന്റെ മകൾ അന്ധയാണ് എന്നുള്ളതിൽ ആസ്റ്റീരിയസിന് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. തനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ജൂലിയയ്ക്കും. അതുകൊണ്ട് തന്നെ ജൂലിയയ്ക്ക് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആസ്റ്റീരിയസ് പണ്ഡിതനായ വാലന്റൈനെ ഏൽപ്പിച്ചു. വാലന്റൈൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വളരെ ഭംഗിയായി അത് നിർവഹിച്ചു. അദ്ദേഹം ജൂലിയയ്ക്ക് പ്രകൃതിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഗണിതത്തെക്കുറിച്ചും റോമൻ ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു. അവർ തമ്മിൽ വളരെ ഗാഢമായ സൗഹൃദം ഉടലെടുത്തു. വാലന്റൈന്റെ കണ്ണുകളായിരുന്നു ജൂലിയയുടെയും കണ്ണുകൾ. എപ്പോഴൊക്കെ ജൂലിയ തന്റെ കാഴ്ചശക്തി ഇല്ലാത്തതിനെ പറ്റി ഓർത്ത് വിലപിക്കുന്നുവോ അപ്പോഴെല്ലാം വാലന്റൈൻ ശക്തമായി അവൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. തനിക്ക് വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസത്തിന്റെ തലേന്ന് വാലന്റൈൻ ജൂലിയയ്ക്ക് ഒരു കത്തെഴുതി. കത്തെഴുതാനുള്ള ഉപകരണങ്ങളൊന്നും തന്നെ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വയലറ്റ് പൂക്കളുടെ നീരുകൊണ്ടായിരുന്നു വാലന്റൈൻ ആ കത്തെഴുതിയത്. ജൂലിയയ്ക്ക് കാണാൻ കഴിയുകയില്ല എന്നറിഞ്ഞിട്ടും അതിന്റെ അവസാനം വളരെ പ്രശസ്തമായ വാചകം അദ്ദേഹം കുറിച്ചു: ഫ്രം യുവർ വാലന്റൈൻ. പിറ്റേ ദിവസം ഫെബ്രുവരി 14 AD 270 അന്നാണ് വാലന്റൈന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. അന്നേ ദിവസമാണ് ജൂലിയ കത്ത് തുറന്നു നോക്കുന്നതും. അതിനുശേഷം ജൂലിയയ്ക്ക് കാഴ്ചശക്തി ലഭിച്ചു എന്നും പറയപ്പെടുന്നു.
വാലന്റൈൻ്റെ മൃതശരീരം മറവ് ചെയ്തത് ഒരു ഗേറ്റിനടുത്തായിരുന്നു. അതിനടുത്ത് ജൂലിയ പിങ്ക് നിറത്തിൽ പൂക്കൾ പുഷ്പിക്കുന്ന ഒരു ബദാം മരം നട്ടു. ആ ബദാം മരമാണ് ഇന്നും വാലന്റൈൻസ് ഡേയുടെ ചിഹ്നമായി ഉപയോഗിക്കുന്നത്. വാലന്റൈൻ്റെ കല്ലറയടങ്ങുന്ന ആ സ്ഥലം ഇന്ന് ഒരു ദേവാലയമാണ്. റോമാക്കാരുടെ വലിയൊരു ആഘോഷമായിരുന്നു ലൂപ്പർക്കേലിയ. അത് ഫെബ്രുവരി മാസത്തിന്റെ പകുതിയിലാണ് ആരംഭിക്കുന്നത്. ആ ഉത്സവത്തിന്റെ പ്രത്യേകത ഒരു പെട്ടിയിൽ നിന്നും പെൺകുട്ടികളുടെ പേരുകൾ ആൺകുട്ടികൾ തിരഞ്ഞെടുക്കുമെന്നുള്ളതായിരുന്നു. ഏത് പെൺകുട്ടിയെയാണോ ഒരു ആൺകുട്ടിക്ക് ലഭിക്കുന്നത്, അവർ ആ ഉത്സവ കാലാവധി കഴിയുന്നതുവരെ സുഹൃത്തുക്കളായിരിക്കും. ദീർഘമായ സുഹൃത്ത് ബന്ധം പലപ്പോഴും വിവാഹത്തിൽ എത്തിച്ചേരുകയാണ് പതിവ്. ഇങ്ങനെയൊരു ഉത്സവം വളരെ ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റോമൻ കത്തോലിക്ക സഭയാണ് ഇത് ആഗോള വ്യാപകമായി കൊണ്ടാടുവാൻ തീരുമാനിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ മധ്യസ്ഥനായി അവർ വാലന്റൈനെ തന്നെ നിശ്ചയിച്ചു. വാലന്റൈൻ അല്ലാതെ മറ്റാരാണ് അതിന് യോഗ്യൻ? AD 496 പോപ്പ് ജെലേസിയസ് വാലന്റൈനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സെയിന്റ് വാലന്റൈൻ, സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട, സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഈ വ്യക്തിയല്ലാതെ മറ്റാരാണ് ഈ ഉത്സവത്തിന്റെ പേരിന് യോഗ്യനായിട്ടുള്ളത്? ഇന്നും വാലന്റൈൻസ് ഡേക്ക് നമ്മൾ എഴുതുന്നത് അദ്ദേഹം ഉപയോഗിച്ച അതേ വാചകം തന്നെയാണല്ലോ. ഫ്രം യുവർ വാലന്റൈൻ.